ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തെല്ലാവരും വിശേഷമാണ്? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചുള്ള ഫ്രൈ ആണ്. ഒരു കോവയ്ക്ക 3 പീസാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ പീസാക്കി വെച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി. അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി എത്ര വേണ്ടിച്ചാൽ, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കായപ്പൊടി, ഞാൻ കായ ഉള്ളത് കുത്തിപ്പൊടിച്ചാണ്. പൊടിയുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ മതി, ഓവറാവണ്ട. പിന്നെ കുറച്ച് വെള്ളം തെളിക്കുക, ഒരുപാട് വെള്ളം ആവണ്ട, തെളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനെല്ലാ ഭാഗത്തും എത്തുന്ന പോലെ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നല്ല മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത്ര വെച്ചതിന് ശേഷം എടുത്ത് ഫ്രൈ ആക്കിയാൽ മതി. അപ്പം തന്നെ എടുത്ത് ഫ്രൈ ആക്കേണ്ട. അതിന് പാന് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഓരോ കോവയ്ക്ക എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രൈ ആവണ രൂപം നമുക്ക് കണ്ടറിയാലോ. അപ്പോൾ പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഒരു മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഒരു ഫ്രൈ ആവണ രൂപത്തിലാവുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലിട്ടിട്ട് തന്നെ ഒന്നുകൂടി നല്ല ഫ്രൈ ആയിക്കോട്ടെ. നമുക്ക് നല്ല ക്രിസ്പി പോലെ ആവണമെങ്കിൽ അങ്ങനെയും കിട്ടും. പക്ഷെ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടാറിയാലും ടേസ്റ്റ് തന്നെയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ക്രിസ്പിനെസ്സിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി ഇട്ടിട്ട് എണ്ണയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഫ്രൈ ആയതിനു ശേഷം അങ്ങനെ എടുക്കണമെങ്കിൽ അപ്പം എടുക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി ഫ്രൈ നല്ല മുരിച്ച് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. ഞാൻ ഒന്നുകൂടി ആ പാനിലിട്ട് ഒന്നുകൂടി നല്ല ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടത്തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.